ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പുതിയ വെബ്സൈറ്റുമായിട്ടാണ് മച്ചന്മാരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ഒരു ക്യാഷും കൊടുക്കാതെ ഫ്രീ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കൂ. ഫോളോവേഴ്സ് കിട്ടിയതിന് ശേഷം എൻ്റെ കമൻസിനകത്ത് വന്ന് കമൻസ് ഇടുക. എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ലൈക്കും തരണം. എന്നാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്കും കാര്യങ്ങളും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കാണും, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്നാൽ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും വരുന്നത്. ആ ബ്ലാക്ക് ബോക്സിൽ കാണുന്ന ഓപ്പൺ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് 5 സ്റ്റാർ അടിക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ 5 സ്റ്റാർ കൊടുത്തത് കൊണ്ടാണ് അത് ഫുള്ള് യെല്ലോ കളറായി കിടക്കുന്നത്. അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം കാണുന്ന ആ ഒരു സ്റ്റാർ കണ്ടില്ലേ, ആ ഒരു സ്റ്റാർ പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ യെല്ലോ കളറാവും. യെല്ലോ കളർ ആയതിനു ശേഷം താഴെ കാണുന്ന പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണം. അന്നേരം അത് സക്സസ് ആയിട്ടുണ്ട്. അന്നേരം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഒന്ന് താഴോട്ടും മേലോട്ടും ഒന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഒന്ന് ബാക്ക് അടിക്കുക. ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്ന കണ്ടില്ലേ, ഗോ ടു വെബ്സൈറ്റ്. അന്നേരം ആ ബ്ലാക്ക് കളറിലെ ബോക്സിലൊന്ന് ഗോ ടു വെബ്സൈറ്റിൻ്റെ അടുത്തൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മളിപ്പോൾ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഫോളോവേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കൂ. ഒരു ക്യാഷും കൊടുക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഒത്തിരി ടൈം നമ്മൾ ഇപ്പോൾ ഫോളോവേഴ്സ് കയറുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ കാണുമായിരിക്കും. നമുക്ക് പുറമേ നോക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് തോനെ ഫോളോവേഴ്സ് കിടക്കുന്ന അത്രയും ബെറ്റർ അല്ലേ. ഇപ്പം ക്യാഷ് കൊടുത്താൽ മാത്രമേ ഫോളോവേഴ്സ് കിട്ടൂ. ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് 10 ഫോളോവേഴ്സാണ് അവർ ഫസ്റ്റ് തരുന്നത്. 10 ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ് ഓർഡർ, ഓറഞ്ച് ബോക്സിൽ കാണുന്ന ക്രിയേറ്റ് ഓർഡർ എന്നുള്ളിടത്തൊന്ന് പ്രസ് ചെയ്യാം. അന്നേരം ഫസ്റ്റ് ഇതിൽ വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും വേണം, ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമും വേണം. നമ്മുടെ ഏത് ഇൻസ്റ്റാഗ്രാമിലേക്കാണോ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ടത് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു മെയിൽ അഡ്രസ്സ് കൊടുക്കണം. മെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, അക്കൗണ്ട് സേഫ് ആണ്. നമ്മുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്തൊരു വെരിഫൈ കോഡ് വരും, അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നത്. അന്നേരം നിലവിലുള്ള ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ അഡ്രസ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് മെയിൽ വരുന്ന വെരിഫൈ കോഡ് ഇതിലേക്ക് വെരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അന്നേരം എൻ്റെ മെയിൽ അഡ്രസ്സ് ഞാൻ കൊടുക്കാം കേട്ടോ. ഞാൻ അന്നേരം എൻ്റെ മെയിൽ അഡ്രസ്സും യൂസർ നെയിമും ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഈ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പോകാൻ പോകുന്നത്. അന്നേരം നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ആൻഡ് പേ അവിടെ നിന്ന് പ്രസ് ചെയ്യുക. അന്നേരം ഫസ്റ്റ് കണ്ടോ വെരിഫൈ ചെയ്യാനുള്ള കോഡ് ഇപ്പോൾ നമ്മുടെ മെയിൽ അഡ്രസ്സിൽ വന്നിട്ടുണ്ട്. അത് മെയിലിൽ പോയി ഞാൻ എടുക്കണം. അന്ന് നമ്മൾ വെരിഫൈ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് അതിനുശേഷം മാത്രമാണ് നമ്മുടെ മെയിലിലേക്ക് വരുന്നത്. ആ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പം കൺഫർമേഷൻ കോഡ് ഫ്രം ഇമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അന്നേരം അവിടേക്ക് നമുക്ക് മെയിലിൽ പോയിട്ട് ഇതാണ് നമ്മുടെ അതിലേക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ട കോഡ് വന്നിട്ടുള്ളത്. ഈ ഒരു കോഡാണ് നമ്മൾ അതിലേക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ടൈമർ ബാക്ക് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്കിതിനകത്ത് പ്രൂഫും കാര്യങ്ങളും കാണിക്കാത്തത് കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഓക്കെ കൊടുക്കുക. കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ടൈമർ കൊടുത്തിട്ടുണ്ട്. 24 അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അന്നേരം നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അന്നേരം ഇതിൻ്റെ പ്രൂഫ് കാണിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഇൻസ്റ്റാഗ്രാമോ നമുക്ക് യൂട്യൂബിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം സ്ട്രൈക്കോ കാര്യങ്ങളോ കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇതിൽ പ്രൂഫ് നിങ്ങളെ കാണിക്കാത്തത്. അന്നേരം നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അന്നേരം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫോളോവേഴ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ്സ് ഇടുക. ഇതേപോലുള്ള കിടിലം ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും കിടിലം വെബ്സൈറ്റുമായിട്ട് വരുന്നതായിരിക്കും. പിന്നീട് ഇതുവഴി നമുക്ക് ലൈക്സും വ്യൂസും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അന്നേരം ബൈ മച്ചന്മാരെ. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക.